ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്റർ നെയിമാണ് കളേഴ്സ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. You have a few crayons, red, yellow and blue, green, purple and black. I have some too. I need the red, you need the black. If we share our crayons, we have a full pack. അപ്പോൾ ഈ പോയം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത് അതിൻ്റെ മീനിങ് ആണ്. യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്. നിനക്ക് കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏതൊക്കെയാണത്? റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. നിൻ്റെ കയ്യിലുള്ള ക്രയോൺസ് ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഐ ഹാവ് സം ടു. എനിക്ക് കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്കും കുറച്ചധികവും. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ കയ്യിലും ക്രയോൺസ് ഉണ്ട്. ഒരാളുടെ കയ്യിൽ റെഡ്, യെല്ലോയും ബ്ലൂവും വേറെ കുറച്ച് ക്രയോൺസും, മറ്റേ ആളുടെ കയ്യിൽ ഗ്രീൻ, പർപ്പിളും ബ്ലാക്കും വേറെ കുറച്ച് ക്രയോൺസും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസയിൽ വന്നിട്ടുള്ളത് ഐ നീഡ് ദ റെഡ് ആൻഡ് യു നീഡ് ദ ബ്ലാക്ക്. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ് വി ഹാവ് എ ഫുൾ പാക്ക്. എനിക്ക് റെഡും നിനക്ക് ബ്ലാക്കുമാണ് വേണ്ടത്. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ്, നമ്മളെ ക്രയോൺസ് നമ്മൾ ഷെയർ ചെയ്താൽ വി ഹാവ് എ ഫുൾ പാക്ക്, നമുക്ക് ഫുൾ കളേഴ്സും ആവും. അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് റെഡും ബ്ലാക്കും വേണ്ടത്? ഈ ഗേളാണിത് പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. ഒന്ന് തിങ്ക് ചെയ്യാം. അപ്പോൾ ഈ ഗേൾ പറയാണ് നിനക്ക് കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? റെഡ്, യെല്ലോയും ബ്ലൂവും. എനിക്കുള്ളത് ഗ്രീൻ, പർപ്പിളും ബ്ലാക്കും വേറെ കുറച്ചും. പക്ഷേ നിൻ്റെ കയ്യിലുള്ള റെഡ് നിനക്ക് ബ്ലാക്കും എനിക്ക് റെഡുമാണ് വേണ്ടത്. അപ്പോൾ നീ എനിക്ക് റെഡും ഞാൻ നിനക്ക് ബ്ലാക്കും തന്നാൽ നമുക്ക് ഫുൾ പാക്ക് ക്രയോൺസും ആവും. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഷെയർ ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? രണ്ടുപേർക്കും വരയ്ക്കാനുള്ള ക്രയോൺസ് അവർക്ക് കിട്ടും. ആ കളേഴ്സ് അവർക്ക് കിട്ടും. അതാണ് ഇതിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ ലേണിംഗ് ഔട്ട്കം എന്താ? ലേണിംഗ് ഔട്ട്കം ഷെയറിങ് ഈസ് കെയറിങ്. വേറെയും കുറച്ച് മീനിങ്സ് ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിന് ഇത് പഠിക്കാം. ഷെയറിങ് ഈസ് കെയറിങ്. അപ്പോൾ നമുക്ക് ആൻസർ ദ ഫോളോയിങ് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റിയാണ്. Answer the questions. Write your answer in the given space. How many children are in the poem? എത്ര കുട്ടികളാണ് ഈ പോയത്തിലുള്ളത്? ആ പോയത്തിൽ എത്ര കുട്ടികളുണ്ട്? നമുക്ക് ഇവിടെ ആ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയും സെക്കൻഡ് സ്റ്റാൻസയും കാണുമ്പോൾ മനസ്സിലാവും അവർ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്നും. അതിനൊക്കെക്കാൾ എളുപ്പം നമുക്ക് ഈസി ആയിട്ടുള്ളത് ഈ രണ്ട് പേരുടെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എത്ര പേരാണുള്ളത്? 2. Why did the children want to share the crayons? എന്തുകൊണ്ടായിരുന്നു അവരൊക്കെ ക്രയോൺസ് ഷെയർ ചെയ്യേണ്ടിയിരുന്നത്? അവരൊക്കെ അവരുടെ ക്രയോൺ ഷെയർ ചെയ്യാനുള്ള കാരണം ടു ഹാവ് എ ഫുൾ പാക്ക്. അവർക്ക് ഒരു ഫുൾ പാക്ക് വേണമെന്നല്ല അവർ പറഞ്ഞു തന്നത്. അവരുടെ ക്രയോൺസ് ഷെയർ ചെയ്താൽ രണ്ടുപേർക്കും ഫുൾ ക്രയോൺസും ആവും. എന്നാൽ അവരിൽ ഇല്ലാത്ത കളേഴ്സ് അവർക്ക് ഉണ്ടാകുമ്പോൾ അത് ഫുൾ പാക്ക് ആയില്ലേ? അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വി ഹാവ് എ ഫുൾ പാക്ക്. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ് വി ഹാവ് എ ഫുൾ പാക്ക്. നമ്മളെ ക്രയോൺസ് ഷെയർ ചെയ്താൽ നമുക്കൊരു ഫുൾ പാക്ക് ഉണ്ട്. ഫുൾ പാക്ക് കളേഴ്സ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക്? അവർക്ക് എങ്ങനെ ഫുൾ പാക്ക് ഉണ്ടാക്കാൻ പറ്റും? അവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഫുൾ പാക്ക് ഉണ്ടാക്കും? കളേഴ്സ് വെച്ചിട്ട് ഇൻ ദ പോയം ആ കുട്ടികൾക്ക് എങ്ങനെ ഫുൾ പാക്കായി? ബൈ ഷെയറിങ്. അവർ ഷെയർ ചെയ്തപ്പോഴല്ലേ അവർക്ക് ഫുൾ പാക്ക് ക്രയോൺസ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഷെയർ ചെയ്തപ്പോഴല്ലേ? അപ്പോൾ ബൈ ഷെയറിങ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റികൾ ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സുകൾ കിട്ടാനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്